നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ സംസ്കാരം ഇന്ന്. കുവൈത്ത് അബ്ബാസിയയിൽ ഫ്ളാറ്റിൽ അഗ്നിബാധയിൽ വിഷപ്പുക ശ്വസിച്ച് മരിച്ച തലവടി നീരേറ്റുപുറം മുളയ്ക്കൽ മാത്യൂസ് വർഗീസ്, ഭാര്യ ലിനി ഏലിയാമ്മ, മക്കളായ ഐറിൻ റേച്ചൽ മാത്യൂസ്, ഐസക് മാത്യൂസ് എന്നിവരുടെ സംസ്കാരം ഇന്ന് നടന്നു. ഇന്ന് പുലർച്ചെ 5:30 മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു. 1 പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാരം നടത്തി. അവധിക്കു നാട്ടിൽ വന്ന ശേഷം ഇക്കഴിഞ്ഞ 19 മാത്യൂസും കുടുംബവും കുവൈത്തിലേക്ക് മടങ്ങിയത്. അന്ന് രാത്രിയാണ് അപകടം നടന്നത്. ചൊവ്വാഴ്ച നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇവർ അവധി കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് നാട്ടിൽ നിന്നും കുവൈത്തിൽ തിരിച്ചെത്തിയത്. യാത്രാക്ഷീണം മൂലം ഇവർ നേരത്തെ തന്നെ ഉറക്കത്തിലേക്ക് പോയിരുന്നു. ഈ നേരത്ത് 9 മണിയോടെയാണ് ഫ്ളാറ്റിൽ അഗ്നിബാധ ഉണ്ടായത്. സമീപവാസികൾ വാതിൽ മുട്ടി വിളിച്ചപ്പോൾ മാത്യു വാതിൽ തുറന്നിരുന്നു. യാത്രാക്ഷീണം കാരണം ഉറക്കത്തിലായ കുടുംബത്തെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും പുക ശ്വസിച്ച് റൂമിന് പുറത്തു കടക്കാൻ ആർക്കും സാധിച്ചില്ല. തുടർന്ന് അഗ്നിശമന വിഭാഗം എത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത്. 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു. തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചതാണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കുവൈത്തിലെ റോയിട്ടേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിൽ ജീവനക്കാരനാണ് മരണമടഞ്ഞ മാത്യു. ലിനി എബ്രഹാം അദ്ദാൻ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ്. മകൻ ഐസക് ഭവൻസ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയും ഐറിൻ ഇതേ സ്കൂളിലെ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഏറ്റവും പ്രധാന കാരണമായി വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.